പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഓർത്തു നോക്കുകയായിരുന്നു. നമ്മൾ നമ്മുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു അല്ലേ? രാവും പകലില്ലാണ്ട് കുട്ടികൾക്ക് ഒരു വിശ്രമം കൊടുക്കാണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന എന്തിനാ? കുട്ടിക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി അല്ലേ? അപ്പൊ അവന് ഈ നല്ല മാർക്ക് കിട്ടണം, അവൻ ജയിക്കണം, ഉന്നതമായ മാർക്ക് കിട്ടണം. അവന്റെ മാർക്കിന്റെ ശതമാനം, റാങ്ക്, ഇതിലൊക്കെയാണ് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത് അല്ലേ? അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു സ്വൈര്യവും കൊടുക്കാണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പൊ കുട്ടി വിജയിച്ചവനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. റാങ്ക് കിട്ടി, വലിയ ഉദ്യോഗമൊക്കെ കിട്ടി. അപ്പൊ ആ കുട്ടി പിന്നെ റാങ്ക് കിട്ടിയ കുട്ടി ഉം, വിജയിച്ചവനാണോ? അപ്പൊ എൻ്റെ കുട്ടി മിടുക്കനാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതുകൊണ്ട് വിജയിക്കാനാവുമോ? 100% മാർക്ക് കിട്ടിയത് കൊണ്ട് അവൻ വലിയവനാവോ? അവന് കരുണയുണ്ടോ, സത്യസന്ധതയുണ്ടോ എന്നൊക്കെ, അങ്ങനെയുള്ള വിജയമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ നാം കുട്ടികളെ ഫോർമാലിറ്റികളും ഫോർമുലകളും ഫാക്ട്സ് ഒക്കെ പഠിപ്പിക്കുന്നു അല്ലെ? പക്ഷെ അവനെ നമ്മൾ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? വാല്യൂസ് നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാറുണ്ടോ? ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും സമൂഹത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല, വിദ്യാഭ്യാസമുള്ള കുട്ടികളിൽ നിന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യമുണ്ട്. അത് കൊടുക്കേണ്ടത് അധ്യാപകരെക്കാൾ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നാണ് അല്ലെ? അത് അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ വെച്ചാല് അവരെ പ്രായത്തിനേക്കാൾ കവിഞ്ഞ, ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ വാങ്ങിയ പൈസ ഇപ്പൊ ഓരോ കുട്ടികളും ലക്ഷങ്ങളാണ് സാലറി വാങ്ങുന്നത്. അതുകൊണ്ട് അവർക്ക് മൂല്യങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കാൻ നേരല്ല. അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം അവർക്ക് നയിക്കാൻ പറ്റുന്നു. അവർ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കുന്നു. നല്ല കാറ്, നല്ല വീട്. ഇതൊക്കെ ചെറിയ കുട്ടികൾ വിദ്യാഭ്യാസം റാങ്ക് കിട്ടി, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നല്ല വിദ്യ കിട്ടി അവര് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് അവർക്ക് ഈ വക സൗകര്യങ്ങളും എല്ലാം ആവുകയാണ്. അപ്പൊ കുട്ടികൾക്ക് മൂല്യങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല. പക്ഷെ അത് അവൻ കുട്ടിയായിരിക്കുമ്പോൾ അവളുടെ ഉള്ളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു വസ്തുവാണ് ഈ മൂല്യം എന്ന് പറയുന്നത്. ഈ മൊറാൽസിന് വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. വിദ്യാഭ്യാസം നല്ല വിദ്യ കിട്ടിയിട്ട് അവന് വലിയ ജോലി കിട്ടും. പക്ഷെ അവനൊരു മൊറാലുള്ള ഒരു കുട്ടിയാണെന്ന്, അവന് കൂടുതൽ റെസ്പെക്ട് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയർക്ക് ഒരു ബിൽഡിങ് പണിയാൻ പറ്റും. പക്ഷെ അയാൾക്ക് വാല്യൂസ് ആണ് വേണ്ടത് അല്ലേ? ആ ബിൽഡിങ്ങിന് ഒരു ബ്രിഡ്ജ് പണിയാണെങ്കിൽ ട്രസ്റ്റ് പണിയാൻ എന്ത് വേണം? വാല്യൂസ് വേണം. അയാൾക്ക് വാല്യൂ ഉണ്ടെങ്കിൽ അതൊരു സത്യസന്ധമായിട്ട് പൊളിയാത്തൊരു ബ്രിഡ്ജ് ആവുള്ളൂ അല്ലേ? അതേപോലെ ഒരു ഡോക്ടർ മെഡിസിൻ തരും അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നിറയെ രോഗികളാണ്. അപ്പൊ അവിടെ അങ്ങനെ ഇരുന്നിട്ട് യന്ത്രം പോലെ എഴുതിട്ട് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്. നമ്മളെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് സംസാരിക്കുന്ന ഡോക്ടർമാരുണ്ട് അല്ലേ? അപ്പൊ അതിൽ നമ്മൾ ഏത് ഡോക്ടറെ അടുത്താ പോവുക? എത്ര നേരം വെയിറ്റ് ചെയ്താലും വേണ്ടില്ല, മനുഷ്യത്തുള്ള ഡോക്ടറെ അടുത്തേക്കാണ് നമ്മൾ പോവുക അല്ലെ? മുഖത്തേക്ക് നോക്കാതെ ഞാൻ എപ്പോഴും മനുഷ്യത്തുള്ള ഡോക്ടർമാരാണ് അടുത്താണ് പോവുക. അവരെ കാണുമ്പോഴേക്ക് തന്നെ എൻ്റെ പകുതി അസുഖം മാറും. ആ ഡോക്ടർ ഒന്ന് പുറത്ത് തട്ടിടാ, എങ്ങനെയുണ്ട് ചേച്ചിന്ന്. എൻ്റെ ഡോക്ടർ നാഗരാജ് മലബാർ ഹോസ്പിറ്റലിൽ, ഞാൻ അദ്ദേഹത്തിനെ കാണിക്കും. ആ ചേച്ചി, എന്തുണ്ട് ചേച്ചി, സുഖല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് തന്നെ നമ്മളെ പകുതി അസുഖം മാറും. അപ്പൊ അങ്ങനെ മനുഷ്യത്വമുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത്. ആ ഡോക്ടറും അതേപോലെ ഒരുപാട് പഠിച്ചിട്ടാണ്, MBBS ഇതൊക്കെ പല ഡിഗ്രി എടുത്തിട്ടാണ് അദ്ദേഹം ഡോക്ടറായത്. അപ്പൊ ആ ഡോക്ടർ ആവുമ്പോൾ അദ്ദേഹത്തിന് നല്ല ശമ്പളം കിട്ടും. പക്ഷെ അതോടൊപ്പം ഈ മനുഷ്യത്വം ഉള്ള ആളുകളെയാണ് നമുക്ക് ഇന്ന് വേണ്ടത് അല്ലേ? അതുകൊണ്ട് അപ്പം നമ്മൾ ശരിക്കും ഇപ്പൊ ടീച്ചേഴ്സും പാരൻസും ഒക്കെ തന്നെ ഈ കുട്ടികൾക്ക് നല്ല മൊറാൽസ് പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അവിടെ കോമ്പറ്റീഷൻ മാത്രമല്ല, കമ്പാഷൻ വേണം എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അതേപോലെ അവർ സക്സസ്ഫുൾ ആയാൽ പോരാ, സിൻസിയർ ആവണം അല്ലെ? ജോലിയിലായാലും ജീവിതത്തിലായാലും. അപ്പൊ അവർക്ക്
പിന്നെ ടോപ്പർ ആവുന്നതോടൊപ്പം തന്നെ ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുട്ടികളെ വിജയികളാക്കണോ അതോ നല്ല മനുഷ്യരാക്കണോ? എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.